അവൻ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയതും അവൾ കരഞ്ഞുകൊണ്ട് കട്ടിലിലേക്ക് കിടന്നു. അവളുടെ മനസ്സിലൂടെ പഴയ കാര്യങ്ങളൊക്കെ കടന്നുപോയി. അമ്പലത്തിൽ നിന്നും തിരികെ വന്ന ദിവസം ഉച്ചയ്ക്ക് വൈകിയും വൈഷവും നിർബന്ധിച്ചതുകൊണ്ട് തന്നെ ഇച്ചായൻ്റെ മമ്മിയും പെങ്ങളെയും അനിയനെയൊക്കെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് എന്നെയും നേഹയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താൻ വരുന്നില്ല എന്നാകുന്നത് പറഞ്ഞിട്ടും അവളുമാര് കേട്ടില്ല. നേഹയും കൂടി നിർബന്ധിച്ചതും ഞാൻ അവരോടൊപ്പം പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ചോറുണ്ടതിന് ശേഷം ഇച്ചായൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ 4 പേരും കൂടി ചെന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഇച്ചായനും ഡോണയും മമ്മിയും കൂടി ഫുഡ് കഴിക്കുകയായിരുന്നു. അല്ല, ആരാ ഇതൊക്കെ? കയറി വാ മക്കളെ, നിങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ മോളോട് പറയുകയും ചെയ്തു കുട്ടികളെ ഇങ്ങോട്ടേക്കൊന്നും കണ്ടില്ലല്ലോ എന്ന്. അവർ സ്നേഹത്തോടെ അവരെ എല്ലാവരെയും നോക്കി വിളിച്ചു. അവർ അകത്തേക്ക് കയറി ചെന്നതും വൈഷു നേഹയും ശ്രീയെയും അവൻ്റെ മമ്മിയും അനിയത്തിക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങോട്ടേക്ക് കയറി ചെന്നതും ശ്രീയുടെ കണ്ണുകൾ ആദ്യം ഉടക്കിയത് ഡെന്നിയിലായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്ന അവനും അവളെ തന്നെ നോക്കി. അവൻ നോക്കുന്നു എന്ന് മനസ്സിലായതും അവൾ പെട്ടെന്ന് തൻ്റെ കണ്ണുകളെ പിൻവലിച്ചു. മക്കള് കഴിച്ചിട്ടാണോ വന്നത്? അവർ സ്നേഹത്തോടെ അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചു. ഊവ ആൻറ്റി, ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ഇവർക്ക് 2 പേർക്കും ആൻറ്റിയെയും ഇവളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടനെ പിന്നെ ഞങ്ങൾ ഇന്നലെ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു, അല്ലേ ഡെന്നി ചേട്ടാ? വൈക ഡെന്നിയെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് ശ്രീയുടെ മുഖത്തേക്ക് നോക്കി. അവളും അവനെ തിരികെ നോക്കിയിരുന്നു. അവർ പിന്നെയും ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ മമ്മി അവരോട് 2 പേരോടും ഫാമിലിയെ പറ്റിയൊക്കെ ചോദിച്ചു. ആഹാരം കഴിച്ചു കഴിഞ്ഞതും ഡെന്നി കൈ കഴുകിയിട്ട് മുറിയിലേക്ക് കയറിപ്പോയി. പോകുന്നതിന് മുമ്പ് അവൻ ശ്രീയെ നോക്കാനും മറന്നില്ല. ഡോണയും നേഹയും ശ്രീയുമായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടായി. ഡോണയും ഇച്ചായൻ്റെ മമ്മിയും നല്ല സ്നേഹവും സഹകരണമുള്ള കൂട്ടത്തിലാണെന്ന് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. ആൻറ്റി, ഡേവി ചേട്ടൻ എവിടെ? വൈഷു അവനെ കാണാഞ്ഞതും സംശയത്തോട് ചോദിച്ചു. അവനിവിടെ ഇല്ല മോളെ, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഇനി വരുള്ളൂ. അവർ അവളെ നോക്കി മറുപടി പറഞ്ഞു. അയ്യോ, അത് കഷ്ടമായിപ്പോയല്ലോ. ഇവർ ചേട്ടനെ കണ്ടിട്ടില്ല, ഡെന്നി ചേട്ടനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവർ 4-5 ദിവസവും കഴിയുമ്പോൾ പോവുമല്ലോ. അപ്പോൾ ഇവർക്ക് ഡേവി ചേട്ടനെ കാണാൻ കഴിയില്ലല്ലോ. വൈക വിഷമത്തോടെ പറഞ്ഞു. അത് സാരമില്ല, ചാച്ചനെ ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് ഡോണ അവളുടെ ഫോൺ എടുത്തിട്ട് അതിലുണ്ടായിരുന്ന അവൻ്റെ ഒരു ഫോട്ടോ അവർക്ക് 2 പേർക്കും കാണിച്ചു കൊടുത്തു. അതിൽ ഡെന്നിയും ഡേവിയും ഡോണയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു. എടി, ഇത് രണ്ടും ഒന്നിനൊന്നും വെച്ചാ കൊള്ളാല്ലേ? നേഹ ചിരിയോടെ ശ്രീയുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് പതിയെ പറഞ്ഞതും ശ്രീ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഓ, നിനക്ക് പിന്നെ വായ്നോട്ടമൊന്നും പിടിക്കില്ലല്ലോ, ഞാൻ എൻ്റെ കൊച്ചുങ്ങളോട് പറഞ്ഞോളാം. അതും പറഞ്ഞ് നേഹ അവളെ പുച്ഛിച്ചുകൊണ്ട് വൈഷുവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. അത് കണ്ട് ശ്രീ ചിരിച്ചു. അവൾ അതേ ചിരിയോടെ വെറുതെ ഒന്ന് മുകളിലേക്ക് നോക്കിയതും മുകളിൽ നിന്നും താഴേക്ക് നോക്കിക്കൊണ്ട് സ്റ്റെയറിൽ 2 കൈകൾ മൂന്നി നിൽക്കുന്ന ഡെന്നിയാണ് കണ്ടത്. അവനവിടെ നിന്നുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ തന്നെ നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ ചിരി നിർത്തി. പിന്നെ അവനെ നോക്കാതെ തൻ്റെ കണ്ണുകളെ മാറ്റി. അത് കണ്ട് അവൻ മനസ്സിൽ ഊറിച്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവൻ്റെ വീട് വളരെ വലുതായതുകൊണ്ട് തന്നെ പിള്ളേർ അതൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. പിള്ളേര് ഓരോ മുറിയും കയറി ഇറങ്ങി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ശ്രീയുടെ കയ്യിൽ പിടിച്ച ആരോ ഒരു മുറിക്കകത്തേക്ക് കയറ്റിയത്. അവൾ പെട്ടെന്ന് നിലവിളിക്കാനായിട്ട് പോയതും അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചിരുന്നു. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ടിരുന്നു. മിണ്ടിയാൽ ഞാൻ ഇപ്പം കിസ് ചെയ്യും, അതുകൊണ്ട് മിണ്ടിയില്ലെങ്കിൽ മാത്രം ഞാൻ ഈ കൈയെടുക്കാം. അവൻ അവളുടെ ചെവിയിൽ പതിയെ ഒന്ന് പറഞ്ഞതും അവൾ മിണ്ടില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അവൻ പതിയെ അവൻ്റെ കൈകൾ അവളുടെ വായിൽ നിന്നും എടുത്തു. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ? തൻ്റെ മുൻപിൽ നിൽക്കുന്ന അവനെ കണ്ടതും അവൾ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല, നിന്നെ തനിയൊന്ന് കാണണമെന്ന് തോന്നി. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ബ്ലഷ് ചെയ്യുന്നുണ്ടോ ഭദ്രേ? താൻ നോക്കിയപ്പോൾ ചുവന്നിരിക്കുന്ന അവളുടെ മുഖം കണ്ട് അവൻ കുസൃതിയോടെ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. പിന്നെ അവളുടെ പുറകിൽ കൂടി കൈ ചുറ്റി ഒന്നുകൂടി അവളെ അവൻ്റെ ശരീരത്തിലേക്ക് അടുപ്പിച്ചു പിടിച്ചു. ഞാൻ ഞാൻ പൊക്കോട്ടെ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പൊയ്ക്കോ, പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഐ മീൻ ലവ്, ക്രഷ്, സംതിങ്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ പെട്ടെന്ന് എന്ത് മറുപടി നൽകുമെന്നറിയാതെ കുഴഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. പരഭദ്ര, എന്നെ കാണുമ്പോൾ നിന്റെ കണ്ണുകളിലെ തിളക്കം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിന്റെ മുഖത്തെ ഭാവവ്യത്യാസം ഞാൻ കാണാറുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നിനക്ക് എന്നോട് എന്തൊക്കെയോ ഫീലിങ്സ് ഉള്ളിൽ കിടപ്പുണ്ടെന്ന്.
അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയണം. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഞാൻ പൊക്കോട്ടെ പ്ലീസ്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവനോട് ചേർന്ന് നിൽക്കും തോറും അവൾക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. ഇതുവരെ അനുഭവിക്കാത്ത ഒരുതരം ഭയം, വെപ്രാളം, അങ്ങനെ എന്തൊക്കെയോ. പിന്നെ പിന്നെ എന്തിനാ നീ പലപ്പോഴും എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവൻ സംശയത്തോടെ അവളെ നോക്കി പുരികം പൊക്കി. അത് പിന്നെ എന്നെ നോക്കുന്നതുകൊണ്ടല്ലേ ഞാൻ നോക്കുന്നത് കാണുന്നത്? അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആഹാ, അത് കൊള്ളാലോ. ഇപ്പം അങ്ങനെയായോ? എങ്കിൽ ഞാനൊരു സത്യം തുറന്നു പറയാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ഫീൽ ദാറ്റ് ഐ എം ഇൻ ലവ് വിത്ത് യു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ നോക്കുന്നത്. അപ്പോൾ നിനക്കും തിരിച്ചെന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ നീ എന്നെ നോക്കുന്നത് അല്ലേ? അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി പുരികം പൊക്കി. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. അങ്ങനെ അങ്ങനെയൊന്നുമില്ല പ്ലീസ്. അവരൊക്കെ എന്നെ അന്വേഷിക്കും. ഞാൻ പൊയ്ക്കോട്ടെ. അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. അവളുടെ ദയനീയാവസ്ഥ കണ്ട് അവൻ ചിരിച്ചു. കാരണം അത്രത്തോളം അവൻ അവളെ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവൾക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. അവളുടെ മാറുകൾ പോലും അവൻ്റെ നെഞ്ചിൽ അമർന്നു നിൽക്കുകയായിരുന്നു. അവൾ കുതിർന്നത് കണ്ടതും അവൻ അവളെ വിട്ടു. പൊക്കോ, അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പൊയ്ക്കോ ഭദ്രേ, ഇനിയും നിന്നാ ചിലപ്പോൾ ഞാൻ ചീത്തയായി പോകും. പൊയ്ക്കോ, അവൻ അവളെ നോക്കി പറഞ്ഞതും അതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല. എന്നിരുന്നാലും അവൻ വിട്ട സ്ഥിതിക്ക് അവൾ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നിറങ്ങിപ്പോയി. എത്രയൊക്കെ ചോദിച്ചാലും നീ നിൻ്റെ മനസ്സിലുള്ള കാര്യം എന്നോട് പറയില്ല അല്ലേ? സാരമില്ല, പറയിപ്പിക്കാൻ എനിക്കറിയാം. അവൻ കുസൃതി ചിരിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മീശ പിരിച്ചു. ആരോ പെട്ടെന്ന് വാതിൽ തുറക്കുന്നത് പോലെ തോന്നിയതും പെട്ടെന്ന് അവൾ തൻ്റെ പഴയ ഓർമ്മയിൽ നിന്നും തിരികെ വന്നു. നിനക്കിതുവരെ ഉറങ്ങാറായില്ലേ? കട്ടിലിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീയെ നോക്കി അവൻ ദേഷ്യത്തോട് ചോദിച്ചു. എനിക്ക് ഉറക്കം വന്നില്ല. അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. അവൻ തല്ലിയത് അവൾക്ക് നല്ല വിഷമമായെന്നും അവന് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇപ്പോൾ താൻ ഈ ചോദിച്ചതിന് മറുപടിയായി തന്നോട് ചാടിക്കടിക്കാൻ നിൽക്കുന്നവളാണ് പൂച്ചയെപ്പോലെ തന്നോട് ഉത്തരം പറഞ്ഞത് എന്നവൻ ഓർത്തു. അവൾക്ക് നല്ലതുപോലെ വേദനിച്ചിട്ടുണ്ടെന്നും അവന് തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം കുനിച്ചു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അത് അവൾ തുടച്ചു കളഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന ഭദ്രേ? അതുകൊണ്ടല്ലേ നിനക്ക് വേദനിക്കേണ്ടി വന്നത്? അവൻ അടിച്ച കവളിൽ അവൻ തൻ്റെ കരങ്ങൾ വെച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ആ, അവൾ വേദന എടുത്തതുപോലെ എരിവ് വലിച്ചു. സോറി, തല്ലണമെന്ന് കരുതിയതല്ല. പക്ഷെ നീ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലടി. എൻ്റെ പെണ്ണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്? എത്രയാണേലും ദേഷ്യം വരില്ലേ? സോറി, അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറൊരു അഭിനയമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ആർദ്രമായിരുന്നു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. നിന്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് നീ എന്നോട് തുറന്നു പറയും. നീ പറഞ്ഞാലല്ലേ എനിക്കത് മനസ്സിലാവുകയുള്ളൂ. എനിക്ക് നിന്റെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നുമില്ല. പിന്നെ നേഹയുടെ കാര്യം വെച്ചിട്ടാണെങ്കിൽ അത് ഞാനല്ല ചെയ്തതെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. എന്തിന്? അവൾക്ക് വരെ അറിയാം. അതുകൊണ്ട് അതല്ല കാരണമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്താ നിന്റെ മനസ്സിലുള്ളത്? എന്തിനാ നീ എന്നെ ഇങ്ങനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? നിന്റെ ഉള്ളിൽ എന്നോടുള്ള പ്രണയം നീ എന്തുകൊണ്ടാണ് പുറത്ത് കാണിക്കാത്തത്? അത് നീ മൂടി വെക്കുന്നത് എന്തിനാ? ശരിയാ, നമുക്കിടയിൽ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു. അതിൽ ഞാൻ സോറിയും പറഞ്ഞു. എൻ്റെ പെണ്ണാണല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ നിന്നെ ഒന്ന് കിസ് ചെയ്തത്. പക്ഷേ അന്ന് നീ എന്നോട് പറഞ്ഞ വാക്കുകളില്ലേ, ഞാൻ കാണുന്നത് പോലെയുള്ള പെണ്ണല്ല നീയെന്ന്. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? പറ. ഞാൻ എത്ര പെണ്ണുങ്ങളുടെ അടുത്ത് അങ്ങനെ പെരുമാറുന്നത് നീ കണ്ടിട്ടുണ്ട്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ നിറകണ്ണുകളോടെ അവനെ നോക്കി. ഞാൻ ഞാൻ അന്ന് പിന്നെ അവൾ പറയാൻ തുടങ്ങി. പിന്നെ അന്ന് എന്താ ഭദ്രേ? എന്താ നിന്റെ മനസ്സിലുള്ളത്? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അവൾ പഴയ കാര്യങ്ങൾ ഓരോന്നും ഓർക്കാൻ തുടങ്ങി. അവർ ഡെന്നിയുടെ വീട്ടിലേക്ക് വന്നുപോയ ദിവസം ഡെന്നിയുടെ മമ്മി പിറ്റേന്ന് അവരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു. അതിനുവേണ്ടി വന്നിരിക്കുകയാണ് പിള്ളേര്. ഡെന്നിയെ കാണാമല്ലോ എന്നുള്ള സന്തോഷത്തോടെയാണ് ശ്രീയും അങ്ങോട്ടേക്ക് വന്നത്. ഡെന്നി ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. റോസ്ലി ആൻറ്റി, ഒരു പെൺകുട്ടി അവൻ്റെ മമ്മിയെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് കയറി വന്നു. പിള്ളേരെല്ലാവരും കൂടി ഹാളിൽ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഒരു ജീൻസും ബനിയനുമാണ് അവളുടെ വേഷം. മുടിയെല്ലാം കൂടി വാരിക്കെട്ടി ബണ്ണിട്ടിരിക്കുകയാണ്. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടിട്ടിട്ടുണ്ട്. ഒരു കയ്യിൽ വാച്ചും മറു കയ്യിൽ ഒരു വളയും, കാതിലൊരു സ്റ്റഡ് കമ്മലും. നിറഞ്ഞ ചിരിയോടെ അവൾ അകത്തേക്ക് കയറി വന്നു. പെട്ടെന്ന് അവൾ അകത്തേക്ക് കയറി വന്നതും പിള്ളേരെല്ലാവരും സംശയത്തോടെ അവളെ നോക്കി. ഹായ് സ്റ്റെഫി ചേച്ചി, എവിടെയായിരുന്നു? കുറേ ആയല്ലോ കണ്ടിട്ട്. അവളെ കണ്ടതും ഡോണ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു.
ഒന്നും പറയണ്ടടി, കോളേജിൽ നിന്ന് ടൂറൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അവൾ ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. അല്ല, ഇതൊക്കെ ആരാ? ശ്രീയെ നേഹയും കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ചേച്ചി. വൈഷുവാണ് അവളെ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞത്. ഇത് ശ്രീ, ഇത് നേഹ. ഞങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് അവരെ പരിചയപ്പെടുത്തി. അത് കേട്ടതും സ്റ്റെഫി അവരെ രണ്ടുപേരെയും നോക്കി ചിരിച്ചു. അവരും തിരികെ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇതാരാണെന്ന് മനസ്സിലായോ? ഡോണ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചതും അവരറിയില്ല എന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി തലയാട്ടി. ഇതെൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മകളാ, സ്റ്റെഫി. ഡോണ അവളെ അവർക്ക് രണ്ടുപേർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. ചേച്ചി എന്താ ചെയ്യുന്നത്? അത് കേട്ട് നേഹ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാനിപ്പോൾ MTech സെക്കൻഡ് ഇയർ ആണ്. അവൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി മറുപടി പറഞ്ഞു. ചേച്ചി അങ്ങ് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് 2-3 ദിവസം നിൽക്കും. ഇപ്പം കുറേ നാളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്, അല്ലേ ചേച്ചി? ഡോണ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. എൻ്റെ ചെക്കൻ എവിടെയടി? അവൾ ഡോണയെ നോക്കി ചിരിയോടെ ചോദിച്ചു. ചാച്ചൻ എന്തോ ബിസിനസ് ആവശ്യത്തിന് പുറത്തേക്ക് പോയേക്കുക. കുറച്ച് കഴിയുമ്പോൾ വരും. ഡേവിച്ചായൻ പിന്നെ പറഞ്ഞു കാണുമല്ലോ, ബിസിനസ് ടൂറിലാണ്. ഡോണ ചിരിയോടെ അവളെ നോക്കി മറുപടി പറഞ്ഞു. അത് കേട്ടതും അവളുടെ എന്നെ പറ്റിയാണ് ചോദിച്ചതെന്ന് ശ്രീക്ക് മനസ്സിലായി. ശ്രീ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവനും അവളും തമ്മിൽ എന്തായിരിക്കും ബന്ധമെന്ന് ശ്രീ ചിന്തിക്കാൻ തുടങ്ങി. അവൾ എൻ്റെ ചെക്കൻ എന്ന് പറഞ്ഞത് കേട്ടതും ശ്രീക്ക് എന്തോ കുശുമ്പോ പരിഭവമോ ഒക്കെ തോന്നി. ഡേവിച്ചായനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പം പറഞ്ഞിരുന്നു ടൂറിലാണെന്ന്. എത്ര നാളായി ഞാനെൻ്റെ ഡെന്നിച്ചായനെ കണ്ടിട്ട്. വീഡിയോ കോൾ ചെയ്താൽ പലപ്പോഴും മാത്രമേ എടുക്കുള്ളൂ. അത്ര ബിസി ആയിട്ടുള്ള ബിസിനസ് മാൻ ആണല്ലേ. ഡേവി പിന്നെ ബാംഗ്ലൂർ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും. മറ്റേ ബിസിനസ് മാനാണ് തിരക്ക്. അവൾ ചിരിയോടെ പറഞ്ഞതും ഡോണ പുഞ്ചിരിച്ചു. എൻ്റെ മമ്മി എവിടെ? അവൾ വീണ്ടും ഡോണയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മമ്മി അടുക്കളയിലുണ്ട്. ചേച്ചി വന്നത് അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അവൾ ചിരിയോടെ അവളെ നോക്കി മറുപടി നൽകി. ഞാൻ എൻ്റെ റോസ്ലിക്കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ഡെന്നി ചാച്ചനും ചേച്ചിയും തമ്മിൽ ഭയങ്കര കമ്പനിയാ. ചേച്ചി എന്ന് പറഞ്ഞാൽ ചാച്ചനും, ചാച്ചനെന്ന് പറഞ്ഞാൽ ചേച്ചിക്കും ജീവനാ. അവർ 3 പേരും ഒന്നിച്ച് കളിച്ച് വളർന്നതാ. ഡേവി ചാച്ചനും ഡെന്നി ചാച്ചനും ചേച്ചിയായിട്ടായിരുന്നു കുഞ്ഞുനാളി ഭയങ്കര കൂട്ട്. അവർ 3 പേരും തമ്മിലാ കൂട്ടെങ്കിലും ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം ഡെന്നി ചാച്ചനോടാണ്. അതിനുശേഷമല്ലേ ഞാൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവരൊക്കെ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. ഡോണ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അത് കേട്ടതും ശ്രീക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇനി അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുമോ എന്ന് പോലും അവൾ ചിന്തിച്ചു. പിന്നെ എന്തിനായിരിക്കും എന്നോട് അങ്ങനെയൊക്കെ? ഇനി അതൊക്കെ വെറും നേരം പോക്ക് മാത്രമായിരിക്കുമോ എന്നവൾ മനസ്സിൽ ചിന്തിച്ചിരുന്നു. റോസ്ലിയോട് സംസാരിച്ചതിന് ശേഷം അവൾ വീണ്ടും പിള്ളേർ സെറ്റിൻ്റെ അടുത്തേക്ക് വന്നു. നേഹയെ അവളുമായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും ശ്രീക്ക് അവളെ വലിയ മൈൻഡ് കൊടുക്കാൻ തോന്നിയില്ല. എന്തുകൊണ്ട് അവളുടെ ഉള്ളിലൊരു പരിഭവം അവളോടുണ്ടായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഡെന്നിയുടെ കാറിൻ്റെ സൗണ്ട് പുറത്ത് കേട്ടു. അത് കേട്ടതും സ്റ്റെഫി ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. പിന്നെ ഹാളിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും അവൻ ഹാളിലേക്ക് കയറി വന്നിരുന്നു. അവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഇത് ഭയങ്കര സർപ്രൈസ് ആയല്ലോ പെണ്ണെ. നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നോടെ? അവൻ അവളുടെ മൂക്കിലൊന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ചിരിച്ചു. അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് വന്നാ അതിലെന്താ ഇച്ചായ സർപ്രൈസ് ഉള്ളത്? ഞാൻ ചെറിയ സർപ്രൈസ് തരാൻ വേണ്ടി വന്നതല്ലയോ? അവളും ചിരിയോടെ അവനോട് പറഞ്ഞതും അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അപ്പോഴാണ് ശ്രീയും നേഹയും വൈഷുവും വൈകയും ഒക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടത്. അവരെ എല്ലാവരെയും കണ്ടതും ഡെന്നി അവരെ 3 പേരെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നിട്ട് ശ്രീയുടെ മുഖത്തേക്ക് നോക്കി. അവളാണെങ്കിൽ അവനെ തന്നെ നോക്കുകയായിരുന്നു. അവൻ നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ മിഴികൾ മാറ്റി അവനെ നോക്കാതിരുന്നു. അത് കണ്ട് അവൻ മനസ്സിൽ ഊറിച്ചിരിച്ചു.